ആവശ്യം നേരത്തെ ഒരു വണ്ടി കിട്ടൂല എല്ലാം കാണാൻ ഇഷ്ടം മാതിരി ഇങ്ങനെ പോണ എവിടേക്ക് ആചാര്യ രാവിലെ തന്നെ വല്ല റീപാർട്ടി ഉണ്ടോ? ഏയ് ഈ പാറ്റൊന്നുമില്ല. എനിക്ക് 2 പണിക്കാരെ കിട്ടണം. വല്ല ഇന്ത്യക്കാരും പിടിച്ചോളിയത്. തെങ്ങ് മാതാനും തോല് വെട്ടാനും മലയാളിയാണ് ദാസ നല്ലത്. മലയാളി 4 ദിവസം പണിയെടുത്ത 8 ദിവസം ലീവാക്കും, ഹിന്ദിക്കാരാകുമ്പോ ലീവാക്കൂല. അതുകൊണ്ട് പറഞ്ഞതാണ് ആചാര്യ. പറഞ്ഞത് ശരിയാ. ഈ പണിക്കൊക്കെ മലയാളിയാ നല്ലത്. അല്ല നിങ്ങൾ ആരച്ച വിളിച്ചോളി, ഞാൻ പറഞ്ഞുള്ളൂ ആചാര്യ. ഞാൻ പോട്ടെന്നാല്. ആചാര്യ പഠിച്ച ആളെന്ന് പറഞ്ഞേന്ന്, ഞാൻ ഹിന്ദിക്കാരെ വിളിച്ചോളിന്ന് പറഞ്ഞേന്ന്. ആടാ ഇന്നോട് പറഞ്ഞേന്ന്, ഞാൻ പോയിട്ടില്ലടോ. എത്താ കിടക്കേണ്ടത്? അതാരോ കൂടോത്രം ചെയ്ത് കൊണ്ടു വെച്ചാണ്. അതിന്റെ അടുത്തേക്ക് പോയ ആ വാത നമ്മളെ മേത്തേക്ക് കൂടും. ആസാ നല്ല മൈസൂരിപ്പായ അത് കേടെടുത്തി കളണ്ടാ, നമ്മളെ എടുത്ത് തിന്നടാ. എനിക്ക് വേണ്ട, ആരോ കൂടോത്രം കൊണ്ടു ചെയ്ത് വെച്ചാണ്. ഞാനത് പോയി എടുത്ത് തിന്നോട്ടെ, എനിക്ക് വരണ്ടേ വരട്ടെ. ഹുസൈനെ അത് തിന്നണ്ട, ആ വാതന്റെ മേത്ത് കയറും. ഞാനത് തിന്നു, ഇന്നാണ്ട് വരണ്ടേ വരട്ടെ. എടാ ദാസ, എന്റെ കണ്ണിന് മഞ്ഞളിപ്പടാ, കണ്ണ് കാണുന്നില്ലടാ, എന്റെ കയ്യിൽ നിച്ചടാ. ഞാൻ അപ്പൊ തന്നെ പറഞ്ഞില്ല പഴം തിന്നണ്ട, കൂടോത്രം ചെയ്ത് കൊടുത്ത വെച്ചല്ലേ. കണ്ണ് തീരെ കാണുന്നില്ലടാ. ആ വാദം അടക്കി ഏറ്റിട്ടുണ്ടാവും. എത്രമത് കാട്ടുക? ഇനിയിപ്പോ അവിടെ കൊണ്ടുപോയി ചികിത്സിക്കേണ്ടി വരും, വാദം ഇറക്കേണ്ടി വരും. കണ്ണൊന്ന് വരുത്തി നോക്കട്ടെ. അപ്പൊ തന്നെ പറയില്ല തിന്നണ്ടെന്ന്. തേങ്ങക്ക് വില കൂടിയപ്പോ ആൾക്കാർ തെങ്ങ് നോക്കാൻ തുടങ്ങിയിട്ട് മറ്റൊരു തെങ്ങിന് ആരും നോക്കൂല. അത് പറഞ്ഞത് സത്യാണ് കൃഷ്ണ. ലാഭമില്ലാത്ത പണിക്കാരും നിൽക്കില്ലല്ലോ. അതെ. കൃഷ്ണ, ഇതാണ് തെങ്ങുംപറമ്പ്. അവിടെ തെങ്ങാണ് മാറ്റിക്കൂട്. ഞാനൊക്കെ പോയിട്ട് ചായ വെച്ച് വരട്ടാ. ആയിക്കോട്ടെ. ആദ്യം പോയി വരാനും 1 മണിക്കൂർ കഴിയും. നമ്മൾ ഇന്നലത്തെ ആ ഫൈനൽ കണ്ടിട്ട് ഉറക്കം തൂക്കിയിട്ട് യാതൊരു രക്ഷയില്ല. ഒന്ന് മയങ്ങട്ടെ. അല്ലാത്ത ബുദ്ധിമുട്ട് തന്നെ ഉറക്കം വന്നിട്ട് ഒരു നിവൃത്തിയില്ല. എത്ര ദാസ കാലിന്റെ തൊട്ട് ഒച്ചപ്പെടുന്നത്? അതൊരു പാത്രാണ്. ആ, അത് കോഴിക്കൊക്കെ തീറ്റ കൊടുക്കാൻ പറ്റുമോ? എന്തേ വേണ? ആ, എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ കോഴിക്കൊക്കെ തീറ്റ കൊടുക്കാൻ. നമുക്കിനെ ഇവിടെ ഒന്നും കാണില്ല, പണിയെടുക്കണമെന്നില്ലേ. നേരെ എത്രയൊരു കുറ്റം കിട്ടിയിട്ടില്ല. നോക്കട്ടെ. 11:30 മണി കഴിഞ്ഞ്. എന്താ പതിച്ചു ഇപ്പൊ പണിയാണെങ്കിൽ നടന്നിട്ടുമില്ല, കണ്ണിലാണെങ്കിൽ ഉറക്കം വന്നിട്ട് വെച്ച. ഇയാള് പിന്നെ എവിടെ എത്തിയ എന്താന്നൊന്നും ഒരു പിടുത്തുമില്ല. എവിടുന്ന് നിങ്ങൾ വരണേ? പാവം വേണ്ട ഫോണ് എൻ്റെ അടുത്ത് ഒന്നുമില്ല. നിങ്ങൾ ഇത് അവിടെ വെച്ചോളി. പിരിവിന് ഇറങ്ങിയതല്ല, എനിക്കതിന് ആവശ്യമില്ല.
എനിക്കൊരു കൂടോത്രം പെട്ടാണ്, അതിന് ചികിത്സിക്കാൻ പോവുകയാണ്. ഇവന്റെ പറച്ചിൽ നിങ്ങളൊന്നും നോക്കണ്ട, ഇതിന് പോരോ ഹുസൈനെ. ദാസാ ഇജ്ജ് ഇന്ന് വെച്ച് പൈസ ഉണ്ടാക്കുകയാണ് അല്ലേ? എനിക്ക് ഈ ബാധ ഇറങ്ങിയതിൻ്റെ ദിവസം എനിക്ക് ഞാൻ കാണിച്ചു തരണ്ട കേട്ടാ. ഈ പോക്ക് പോവുകയാണെ പൈസ എല്ലാം കിട്ടും, അല്ലെങ്കിൽ ആ പാത്രം ഉണ്ടോ ഈ വായിക്കാളി. മാലിപ്പ ഞാൻ പന്തളി കഴിഞ്ഞിട്ട് കണ്ടിട്ട് ഉറക്കം തൂക്കിയിട്ട് കുടുങ്ങി നിൽക്കുന്നുണ്ട്. ഇപ്പൊ പണ്ടത്തെ മാതിരിയൊന്നല്ല, ആയുധത്തിന്റെ പൈത്താൽ എങ്ങനെ നിന്ന് കൊടുത്താൽ മതി, വൈകുന്നേരം 1100 റുപ്യയും ചെലവും കിട്ടും. എനിക്കറിയാം വള്ളി. ആ ആ ആ അതെ, അങ്ങനൊക്കെ അതിനെ പറ്റുള്ളൂ ഇപ്പോ, അല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റൂല. ആ ഞാൻ എപ്പോഴാ വന്ന്? ഞാൻ വന്നിട്ട് കുറെ നേരമായി. ഈ പറഞ്ഞ വാക്കൊക്കെ ഞാൻ കേട്ട്. തെങ്ങ് എത്ര മാറ്റിക്കണം ഇവിടെ? ഞാൻ തെങ്ങ് തെങ്ങ് മാന്തിക്കണം. കാട്ടിക്കാ. ഒന്ന് അത്, ഒന്ന് ഇത്. ഏത്? ഇത് ഞാൻ ഓല വലിച്ചിട്ടാണ് അതിന്റെ മേലേക്ക്. ഇത് പഴയതല്ലേ? പഴയതല്ല, അതിന്റെ മേലേക്ക് ഞാൻ മാന്തിയിട്ട് മേലെ ഓല വലിച്ചിട്ടാണ്. അവിടെ 4നും ഇതാ അതുണ്ട്. നിങ്ങൾ നോക്കി, മണ്ണ് കാണുമ്പടെ മണ്ണ് ഞാൻ അതിന്റെ മേലെ ഓല വലിച്ചിട്ടാണ് ആചാര്യ. നിങ്ങൾ കണ്ണാട വെച്ചിട്ടാണ്, നിങ്ങൾ കണ്ണാട എടുത്ത് കണ്ട് നോക്കി. ഒരു കാര്യം ചേച്ചി, എനിക്ക് ഗൾഫിൽ ഒരു വിസ ശരിയാക്കി തരാം. എന്ത് വിസയാണ്? ഉറക്ക വിസ എന്താ എനിക്ക് പറ്റൂലേ? ഉറക്ക് വിസ?